ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കേരളം കണ്ടത്. ജയിലിന് മുന്നിൽ ക്യാമറകളും മൈക്കുകളുമായി മാധ്യമപ്പട കാത്തുനിൽക്കെ സഞ്ചി തൂക്കി പുറത്തേക്ക് വരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദൃശ്യങ്ങൾ എല്ലാ ചാനലുകളിലും തത്സമയം സംപ്രേഷണം ചെയ്തു. എന്നാൽ ഈ സ്വർണ്ണക്കൊള്ള കേസിലെ സുപ്രധാന കണ്ണിയായ ഒന്നാം പ്രതി പോലും ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യത്തിലൂടെ പുറത്തിറങ്ങുമ്പോൾ അതിനു മുൻപേ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബദറുദ്ദീൻ ബെഞ്ച് നടത്തിയ ചില നിരീക്ഷണങ്ങൾ അതീവ ഗൗരവമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അഥവാ SITയുടെ അന്വേഷണം മെല്ലെപ്പോക്കിലാണെന്നും കാര്യങ്ങൾക്കൊട്ടും വേഗത പോരെന്നുമാണ് കോടതി തുറന്നടിച്ചത്. ഇതേ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ കേസിലെ എല്ലാ പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്നൊരു മുന്നറിയിപ്പും കോടതി നൽകി. ഇത് മുൻപ് നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയ കേസിലെ അന്വേഷണത്തെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ജയിലിലായെങ്കിലും 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ആ ശിവശങ്കറിന് ജാമ്യം ലഭിച്ചത് നമ്മൾ കണ്ടു. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുഭരണകാലത്ത് ഉയർന്നു വന്ന എല്ലാ കൊള്ളകളും അഴിമതി ആരോപണങ്ങളും അവസാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ളവരിലോ ആണ് എന്നുള്ളത് ഏറെ അത്ഭുതകരമാണ്. കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാറും ഉൾപ്പെടെയുള്ള മുതിർന്ന CPM നേതാക്കൾ മുതൽ ദേവസ്വം മന്ത്രി VN വാസവൻ വരെ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ SIT അന്വേഷണം നടത്തുമ്പോൾ അവർക്കുമേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവില്ല എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാനാകും എന്നുള്ളതാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. ദേവസ്വം ബോർഡ് അംഗമായ KP ശങ്കർദാസിൻ്റെ അറസ്റ്റ് വൈകിപ്പിച്ചതും ഈ സാഹചര്യത്തിൽ സംശയാസ്പദമാണ്. ഒടുവിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ ബെഞ്ച് നേരിട്ടിടപെട്ടാണ് ആശുപത്രി കിടക്കയിൽ വെച്ച് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടത്. ശങ്കർദാസിൻ്റെ മകൻ ഹരിശങ്കർ IPS ഉദ്യോഗസ്ഥനായതിനാൽ അന്വേഷണ സംഘത്തെ ഒരു കൂട്ടം IPS ലോബി നിയന്ത്രിക്കുകയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതിക്ക് തന്നെ പറയേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് അന്വേഷണം വൻ തോക്കുകളിലേക്ക് എത്താത്തത് എന്ന് കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് കടകംപള്ളിയുടെ വീട് വളഞ്ഞതെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിൽ ഇറങ്ങിയതോടെ ബാക്കിയുള്ളവരുടെ കാര്യത്തിലും ആശങ്കയുണ്ട്. പത്മകുമാറും N വാസുവും അടക്കമുള്ളവർ കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ ഉടൻ ജാമ്യത്തിലിറങ്ങാൻ സാധ്യതയുണ്ട്. പഴയ കേസുകളിൽ പറഞ്ഞതുപോലെ കുറ്റപത്രമൊന്നും സമർപ്പിച്ചില്ലല്ലോ, ജാമ്യം കിട്ടിയില്ലേ എന്ന് ചോദിച്ച് CPM ഈ കേസിനും തിരശ്ശീലയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയേക്കാം. എന്നിരുന്നാലും ഹൈക്കോടതി ബെഞ്ച് നേരിട്ടിടപെട്ട് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തതും IPS ലോബിയെപ്പോലും വകവെക്കാതെ നടപടിയെടുത്തതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന രീതിയിലുള്ള വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. എന്നാൽ മറുഭാഗത്ത് ദേവസ്വം ബെഞ്ച് SITയുടെ അന്വേഷണത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്ന വൈരുദ്ധ്യവും നമുക്ക് കാണാം. എത്ര വലിയ പ്രതിയാണെങ്കിലും വെറുതെ വിടില്ലെന്നും അന്വേഷണം അതിതീവ്രമാണെന്നുമാണ് ആ ബെഞ്ച് നിരീക്ഷിക്കുന്നത്. അന്വേഷണം വൈകുന്നതിന് മറ്റൊരു വശവുമുണ്ട്. അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചത് അന്വേഷിക്കാൻ കോടതി പറഞ്ഞപ്പോഴാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണവും കൊടിമരത്തിലെ സ്വർണവും നഷ്ടപ്പെട്ട വിവരം പുറത്തുവരുന്നത്. അന്വേഷണം ഓരോ വഴിക്കും മാറ്റിവിടേണ്ടി വന്നതും അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിലേക്ക് വരെ ഇതിൻ്റെ കണ്ണികളെത്തിയതും അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായി. 6 ആഴ്ച കൊണ്ട് തീരേണ്ട അന്വേഷണം മാസങ്ങളോളം നീണ്ടുപോയത് ഇതുകൊണ്ടാണ്. ഈ കാലതാമസം മുതലെടുത്താണ് പ്രതികൾ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യത്തിലൂടെ പുറത്തിറങ്ങുന്നത്. കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണമുണ്ടായിട്ടും ഇത്തരം നിയമപരമായ പഴുതുകളിലൂടെ പ്രതികൾ രക്ഷപ്പെടുന്നത് നീതിന്യായ വ്യവസ്ഥയെ തന്നെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഞാൻ കോടതിയെ കുറ്റപ്പെടുത്തുകയല്ല. കോടതിയുടെ മുന്നിൽ വരുന്നത് എന്താണ്? SIT കൊടുക്കുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി അഭിപ്രായം പറയുന്നത്, അല്ലാണ്ട് കോടതി സൊമോട്ടോ അഭിപ്രായം പറയുന്നതല്ല. ഞാനതാ പറഞ്ഞത്, ഇത് കുറ്റപത്രം കൊടുക്കാതിരിക്കാൻ 2 കാരണമാണ് പറഞ്ഞത്. ഞാൻ വിശദീകരിച്ചു. ഒന്ന്, കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. 2, ഗവൺമെൻറ് പ്രോസിക്യൂഷൻ അനുവാദം കൊടുത്തില്ല. ഇത് 2 മുഖ്യമന്ത്രിയുടെ കീഴിലാണ്, ഇത് 2 ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ്. കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അത് വൈകിപ്പിക്കുകയാണ്. 2, പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കേണ്ടത് ആരാണ്? മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പാണ്. അതും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് കുറ്റപത്രം വൈകി. പക്ഷേ ഇവർക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. നടി ആക്രമിച്ച കേസിൽ ചെയ്തതുപോലെ പാർഷ്യലായ കുറ്റപത്രം കൊടുക്കാമായിരുന്നു. പിന്നീട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി വീണ്ടും കൊടുത്താൽ മതി. നടി ആക്രമിച്ച കേസിൽ അതുകൊണ്ടാണ് അന്ന് പ്രതികൾക്ക് ജാമ്യം കിട്ടാതെ പോയത്. 90 ദിവസം വരെ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ജാമ്യം കിട്ടുമെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഇത്രയും പ്രമാദമായ ഒരു കേസിൽ
കേരളത്തിലെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ, കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ മുഴുവൻ ജാമ്യം കെട്ടി പുറത്തു വരുമ്പോൾ സ്വാഭാവികമായി ജനങ്ങളുടെ മനസ്സിൽ ആശങ്ക ഉണ്ടാവില്ലേ? ആ ആശങ്കയാണ് ഞങ്ങളിവിടെ പ്രകടിപ്പിക്കുന്നത്. അല്ല, കോടതിയുടെ നിയന്ത്രണം അത് ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾ SIT കുറ്റപ്പെടുത്തിയിട്ടില്ല, ഞാനിപ്പോഴും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ SITയുടെ പുറകിൽ മേലിൽ സമ്മർദ്ദമുണ്ട്. ഇന്നലെ SIT 2 കാരണം പറഞ്ഞത് വ്യക്തമല്ലേ? ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് കുറ്റപത്രം കൊടുക്കാൻ കഴിയാതെ വന്നത് എന്ന് പറയുമ്പോൾ ആ 2 കാരണങ്ങളുടെയും ഉത്തരവാദി കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുമാണ്. അല്ലായിരുന്നെങ്കിൽ അവർക്ക് പാർഷ്യലായ കുറ്റപത്രവും കൊടുക്കാമായിരുന്നല്ലോ. ഞാനതാ നടി ആക്രമിച്ച കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരുന്ന കാര്യം പറഞ്ഞത്. അതേപോലെ സീരിയസ് ആയ ഒരു കാര്യമല്ലേ ഇതും? അപ്പോൾ എന്തുകൊണ്ട് പാർഷ്യലായ കുറ്റപത്രം സമർപ്പിച്ചില്ല? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, 4 മാസമായി അന്വേഷിച്ചിട്ടും ഈ സ്വർണം എവിടെ? അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല. ഈ സ്വർണം എവിടെ പോയി? ഒരു നടപടിയും ആർക്കും പറയാനില്ല. അതിനെപ്പറ്റി ഒരു ഇൻഫർമേഷനും ജനങ്ങളോടോ കോടതിയുടെ മുമ്പിലോ പറയാൻ കഴിയുന്നില്ല. തൊണ്ടി മുതൽ ഒരാളിനെ, സാധാരണഗതിയിൽ പോലീസ് ഒരാളിനെ അറസ്റ്റ് ചെയ്താൽ രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? തൊണ്ടി മുതൽ കണ്ടെത്തുക. ആ തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള നടപടി ഉണ്ടായിട്ടില്ല. സ്വർണം എവിടെ എന്ന് SITക്കോ പോലീസിനോ പറയാൻ കഴിയാതിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കുറ്റമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, കോടതിക്ക് എന്താ ബോധ്യപ്പെടാത്തതെന്ന് വെച്ചാൽ കോടതിയുടെ മുമ്പിൽ കൊടുക്കുന്ന SIT കൊടുക്കുന്ന റിപ്പോർട്ട് മാത്രം. അല്ല, കോടതി നിരവധി തവണ വിമർശിച്ചിട്ടുണ്ടല്ലോ. അറസ്റ്റിനെ സംബന്ധിച്ച് കോടതി ശക്തമായി വിമർശിച്ചല്ലോ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിമർശിച്ചല്ലോ. ശക്തമായി പറഞ്ഞു. അങ്ങനെയുള്ള കോടതിക്ക് എന്തുകൊണ്ട് ഈ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് വൈകുന്നതും ഈ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാത്തതും ഒക്കെ എന്തുകൊണ്ട് പറയാൻ കോടതിക്ക് കഴിയുന്നില്ല? അല്ല, ഞാനിപ്പോ പ്രശ്നം അല്ലെങ്കിൽ അന്വേഷണത്തെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കില്ല. ഞാൻ കോടതിയെ വിമർശിക്കാനില്ല. ഞങ്ങൾ ജനങ്ങളുടെ ആശങ്കകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതേ നടിയുടെ കേസ് പറഞ്ഞ്, നടി ആക്രമിച്ച കേസിനകത്ത് പാർഷ്യലായി കുറ്റപത്രം കൊടുത്തപ്പോൾ പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ല. അതേപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു കേസാണിത്. ആ കേസിൽ വേണമെങ്കിൽ പാർഷ്യൽ കുറ്റപത്രം സമർപ്പിക്കാമായിരുന്നു. പിന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷന് ശേഷം ഫൈനൽ കുറ്റപത്രം സമർപ്പിച്ചാൽ മതി എന്നിരിക്കെ അത് സമർപ്പിക്കാതിരിക്കുന്നത് ദുരൂഹമല്ലേ? ഇന്നലെയും ഗോവിന്ദ മാഷ് പറഞ്ഞൊരു കാര്യം, ഈ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് KC വേണുഗോപാലാണ് എന്നൊരു ആക്ഷേപമാണ് അദ്ദേഹം ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് അത് ഗോവിന്ദൻ മാസ്റ്ററുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഞങ്ങളാരും അതിനു വേണ്ടിയിട്ട് കൂട്ടുന്ന ആളുകളൊന്നുമല്ല. ഗോവിന്ദൻ മാസ്റ്ററുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിത് കേൾക്കുന്നത്, അദ്ദേഹം ഇത് പറയുന്നത്. അത് വസ്തുതകൾ മറച്ചു വെക്കാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി പറയുന്ന കാര്യമാണത്. ഈ സഭയിൽ ഇത് ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് കോൺഗ്രസിന് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ട്? പ്രധാനമായും ഇത് തിരിഞ്ഞു കൊത്തുന്നതുകൊണ്ടാണ് സഭയിൽ ചർച്ച ചെയ്യാത്തത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ വിമർശനം ഉന്നയിക്കുക മാത്രമാണ്. സഭയിലൊന്നും ചർച്ചയാക്കില്ല, മറുപടി പറയാൻ തയ്യാറാണ് ഭരണപക്ഷം എന്നെല്ലാം പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സഭയിൽ? അല്ല, ഞങ്ങളുടെ ഡിമാൻഡ് എന്താണ്? മന്ത്രി വാസവൻ രാജിവെക്കുക, ഇവരെ അറസ്റ്റ് ചെയ്യുക, യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് അവിടെ മുതലാണ് പിന്നെ മുന്നോട്ട് പോകാത്തത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതോടുകൂടി പിന്നെ ഒരു അടി മുന്നോട്ട് പോയിട്ടില്ല. ഞങ്ങളുടെ ഡിമാൻഡ് അതല്ലേ, ആ ഡിമാൻഡ് പാലിക്കണമെന്നല്ലേ ഞങ്ങളുടെ ആവശ്യം. ചർച്ചയൊക്കെ എത്രയോ തവണ നിയമസഭയിൽ ചർച്ച ചെയ്തിട്ടുള്ള ചർച്ചയല്ലേ പ്രധാനം, ആക്ഷനല്ലേ പ്രധാനം. അല്ലല്ല, ചർച്ച ഇതൊക്കെ എത്ര തവണ ചർച്ച ചെയ്ത ചർച്ചയല്ലല്ലോ വിഷയം. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം സഭാതലത്തിലും സഭയ്ക്ക് പുറത്തും ഞങ്ങൾ സമരം ചെയ്തത്. ആ ഡിമാൻഡ് ഇപ്പോഴും പൂർത്തീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് സമരം തുടരുന്നത്. ഇനിയും തുടരും ആ സമരം. സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം അത് ശക്തമായി തന്നെ സമരം മുന്നോട്ട്